വീണ്ടും ഒരു 3 AM ചാലഞ്ച് കൊണ്ട് വന്നിരിക്കുകയാണ്. ഈ ഗെയിമിൻ്റെ പേര് ദ മിഡ് നൈറ്റ്. അവിടെ നിൽക്കണ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. ഇന്ത്യയിൽ നിൽക്കണ പോലെ തോന്നുന്നു. അവിടെ എന്തിട്ടുണ്ടാവണേ ഹലോ ഗൈസ്, റിയൽ ഗോസ്റ്റിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഗൈസ്, നമ്മൾ വീണ്ടും ഒരു 3 AM ചാലഞ്ച് കൊണ്ട് വന്നിരിക്കുകയാണ്. ഈ ഗെയിമിൻ്റെ പേര് ദ മിഡ് നൈറ്റ് ഗെയിം എന്നാണ്. അപ്പോൾ ഈ ഗെയിം എന്ന് വെച്ചാൽ കുറേ റൂൾസ് ഉണ്ട്. റൂൾസ് അനുസരിച്ച് തന്നെ കളിക്കണം. ഞാൻ ഒറ്റയ്ക്ക് കളിക്കാൻ പോകണം. അപ്പോൾ അത്ര റിസ്ക് പിടിച്ചൊരു ഗെയിമാണിത്. ഇത് കളിച്ചിട്ട് കുറേ പേര് പ്രൊസസ്സഡ് ആയിട്ട് ഏത് സ്റ്റേജിലേക്ക് വേണമെങ്കിൽ എത്താമെന്ന് പറയണേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഘട്ടമായിട്ട് ഇത് കളിക്കേണ്ടത്. അത് ഞാൻ നിങ്ങൾക്ക് ഗെയിം കളിക്കുന്നതിനനുസരിച്ച് പറയാം. മാക്സിമം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അത്രയും കഷ്ടപ്പെട്ട ഒരു വീഡിയോ എടുക്കണം. ഇത് 3 AM ചാലഞ്ചും പറയുന്നുണ്ട്, 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല. ഞാനിപ്പോൾ ഒരു 11:45 അതിൻ്റെ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും 12 മണിയാവും. അപ്പോൾ എന്ന് വെച്ചാൽ നല്ല റിസ്ക്കുള്ള ഗെയിമാണ്. അതാണ് ഞാൻ ഒറ്റയ്ക്ക് കളിക്കണേ. അപ്പോൾ നിങ്ങളാരും ഇത് ട്രൈ ചെയ്യരുത്, ദയവ് കൊടുത്തിട്ട്. അപ്പോൾ അത് നമ്മുടെ കണ്ടൻറ്റ് അങ്ങനെ കാരണം എൻ്റർടൈൻമെൻറ്റ് മാത്രം വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുക. ഓക്കെ, വേറെ ആരും ട്രൈ ചെയ്തത് ഞാൻ പിന്നെയും പറയാണ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് സി. അപ്പോൾ ഓക്കെ, ഏകദേശം സെറ്റായിട്ട് ഇപ്പോൾ ഫസ്റ്റത്തേൽ വേണ്ടതെന്ന് വെച്ചാൽ മെഴുകുതിരി വേണം കത്തിച്ചിരിക്കുക. അതിന് ശേഷം നമുക്കൊരു വെള്ള പേപ്പർ, വൈറ്റ് പേപ്പറാണ് ആവശ്യം. ഡോറിനെ നേരെ വെക്കണം. അതുപോലെ തന്നെ ഇയാൾ കളിക്കുന്ന ആളുടെ രക്തം, അതായത് ബ്ലഡ് ഒരു തുള്ളി ഇതിൽ ഡ്രോപ്പ് ചെയ്യണം. എന്നാൽ മാത്രം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെന്ന് വെച്ചാൽ ഒരു ആത്മാവിനെ നമ്മൾ വിളിച്ച് വരുത്താനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ റിസ്ക്കുള്ള ഗെയിമാണ്. പ്രത്യേകിച്ച് ബ്ലഡ് ഉപയോഗിച്ചിട്ടാണ് കളിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്ലഡ് എടുക്കണം. ഓക്കെ ഗൈസ്, ഫസ്റ്റ് ബ്ലഡ് നമ്മൾ കൈയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കാണിക്കണില്ല, ഞാൻ ഇതിൽ കുത്തിൻ്റെ ഓക്കെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. 2 കുത്ത് ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കഥവുമ്മ 22 പ്രാവശ്യം കൊട്ടണം. ഇതിൽ സ്പിരിറ്റിനെ വരുത്തണം. കുട്ടിയ ശേഷം നമ്മൾ വാതിലടച്ചിട്ട്, അതെന്ന് വെച്ചാൽ ഈ റൂമിനുള്ളിൽ നമ്മൾ പുറത്തേക്ക് പോയി നിൽക്കണം. അതിന് ശേഷം നമ്മൾ ഇതിനുള്ളിൽ വരണം. ഓക്കെ, 22 പ്രാവശ്യം നമുക്ക് കൊട്ടാം. നമ്മൾ കുട്ടീൻ്റെ നേരത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളിവിടെ ക്യാമറ കൊണ്ട് സെറ്റ് ചെയ്തിട്ട് നമ്മളിവിടുന്ന് മറക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരും. എന്തുണ്ടാവണമെന്ന് നമുക്ക് നോക്കാൻ നിരീക്ഷിക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ കാണുന്നത് ഈ ക്യാമറ റെക്കോർഡാവുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവിടെ എന്തെങ്കിലും നടക്കും. അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാം. നമ്മളിപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഇവിടെ എന്തിട്ടുണ്ടാവണമെന്ന് നമുക്ക് ഇവിടെ നിൽക്കാം. എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ ഒരു 5 മിനിറ്റ് നമുക്ക് അങ്ങോട്ട് പോകണം. സ്പിരിറ്റിനെ വിളിച്ച് വരുത്തണം. വീഡിയോ നോക്കാം. ഓക്കെ, പട്ടിയൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കേണ്ടി പോകും. ഫുൾ സൈലൻ്റ് ഈ ഭാഗത്ത് മൊത്തം.
ഇപ്പോൾ ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നിട്ട് മുഖ്യമൊക്കെ എന്തെങ്കിലും ക്യാപ്ചർ ആകുമ്പോഴെങ്കിലും ആ ക്യാമറയിൽ ക്യാപ്ചർ ആവും. അവിടെ നിന്ന് ആരും അങ്ങോട്ട് ക്രോസാണ് ഞാൻ കണ്ടു. കറക്റ്റായിട്ട് അറിയില്ല, ആ റോഡിൻ്റെ എൻ്റെ കണ്ട അവിടെ നിന്ന് ആരും ക്രോസാണ് കണ്ടു ഞാൻ. ഇനി വലിയ ആൾക്കാരാണോന്നും അറിയില്ല. വല്ല സ്പിരിറ്റ് വന്നുകൊണ്ടിരിക്കണം മനസ്സിലാവില്ല. എങ്കിൽ നമുക്ക് ഞാൻ അവിടെ പോയി നോക്കി നോക്കാം. പൈസ അവിടെ ആരും നിൽക്കണ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. ഇന്ത്യയിൽ ആരും നിൽക്കണ പോലെ തോന്നുന്നുണ്ട്. ഏകദേശം അത് ഇവിടെ ആയിട്ട് ആരും നിൽക്കണ പോലെ തോന്നുന്നുണ്ട്. ശബ്ദം കേൾക്കണ്ട്. നമുക്ക് അവിടെ പോയി നോക്കി നോക്കാം. കാറ്റ് വീശുണ്ട്. അതിൻ്റെ മെഴുകുതിരിയാണ് ഇങ്ങനെ കാറ്റത്ത് പോണെന്ന് തോന്നുന്നത്. നമുക്ക് ഈ ക്യാമറ ആവശ്യമില്ല. ഇവിടെ വല്ല ആത്മാക്കൾ ഞാൻ വിളിച്ചിട്ട് വല്ലതും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് വരാം. മെഴുകുതിരി കേട്ടാണെങ്കിൽ നമ്മൾ ഒരു ഉപ്പുള്ളൊരു വട്ടത്തിൽ ഉപ്പുകൊണ്ട് അതായത് സാൾട്ട് കൊണ്ട് ഒരു വട്ടത്തിൽ വരച്ചിട്ട് അതിനുള്ളിൽ ഇരിക്കാനാണ് പറയണേ. അതിനുള്ളിൽ ഇരുന്നില്ലെങ്കിൽ ഒരാത്മാവ് വന്ന് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന പറയണേ. അപ്പോൾ ഇതായിട്ടും പറഞ്ഞില്ല. ഞാനുണ്ട് ബ്ലഡ് ഡ്രോപ്പ് ചെയ്തിട്ട് പോയിന്റ് മെഴുകുതിരി കാറ്റത്തല്ലാണ്ട് വേറെ നനങ്ങളില്ല. ഒത്ത നേരം ക്യാമറ സൂമിലെന്ന് തോന്നുന്നു. സൂമിലെന്ന് ഞാൻ വിളിച്ചപ്പോൾ വല്ല ആത്മാക്കൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരാം. ഇവിടെ ഒന്ന് എന്നോട് സംസാരിക്കാം. ശബ്ദം കിട്ടില്ലോ? ഇതൊരു വാതിലിന് ഇതിൻ്റെ അപ്പുറത്ത് ഇതെന്ന് വെച്ചാൽ അങ്ങനെ തുറക്കാറില്ലാത്ത വാതിലാണ്. അതുകൊണ്ട് അങ്ങനെ തുറക്കാത്ത വാതിലത് ലോക്കാണ്. പക്ഷെ ഇതിൻ്റെ അപ്പുറത്ത് നിന്നൊരു ശബ്ദം കിട്ടും. എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോർ റൂമാണ്. സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലാണ് ഞാനിത് കളിക്കണ ഗെയിം. രാത്രിയാകുമ്പോൾ ഈ സ്റ്റോർ റൂമിനുള്ളിൽ നിന്ന് ഓരോ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. കിടക്കുക എന്ന് ഉറങ്ങുമ്പോൾ അപ്പോൾ ഇവിടെ കളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ ഇപ്പോൾ ഈ ഡോർമെന്ന് ഒരു ശബ്ദം കേട്ടു. നമ്മൾ ഈ ഡോറിൻ്റെ അവിടെ വിളിച്ചിട്ട് ഈ ഡോറിൻ്റെ അവിടെ നിന്ന് വിൻഡോ ഇവിടുന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതിനുള്ളിൽ നിന്ന് ശബ്ദം കേൾക്കണേ. നമ്മൾ കേട്ടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മുടിയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. എന്തിൻ്റെ സിംറ്റം ഉണ്ടാവും എനിക്ക് ചോദിച്ചറിയില്ല. ചിലപ്പോൾ അതുപോലെ കാറ്റത്തെങ്ങാനും വീശിട്ടില്ലോ എന്ന് കിടക്കുന്നതായിരിക്കാം.
എല്ലാ ആത്മാക്കളെ ഞാൻ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ വരാം. ഒരു റെസ്പോൺസും കാണാല്ലേ. വളരെ ഡേഞ്ചറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗെയിമിന് ഞാൻ തിരഞ്ഞെടുത്തത് തന്നെ ഒന്നും നടക്കണില്ലേ. പക്ഷേ അവിടെ റോഡിൻ്റെ എൻഡിൻ്റെ അവിടെ ചെറിയൊരു സംഭവം കണ്ടു. റോഡ് ക്രോസ് ആയി പോയി കണ്ടു രൂപം. ഇനി മനുഷ്യനാണോന്ന് അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾക്ക് അപ്പുറത്ത് ലൈറ്റ് കാണുന്നുണ്ടോ? അത് വേറൊരു സ്ഥലമാണ്. ഈ ഡോറ്, അതായത് ഡോർ പറഞ്ഞില്ല, നേരത്തെ മുട്ടിയെന്ന് പറഞ്ഞില്ലേ, ഈ ഡോറിൻ്റെ അപ്പുറത്തൊരു വെളിച്ചം കണ്ടില്ലേ, അതൊരു വേറെ സ്ട്രീറ്റാണ്. ഞാൻ പിന്നെയും പറയാണ്, വല്ല ആത്മാക്കളുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരാം, സംസാരിക്കാം. ഞാൻ വിളിച്ചിട്ടാണ് നിങ്ങൾ വന്നേക്കണേ. എന്നോർക്ക് വരാം. റെസ്പോൺസ് കാണാല്ലേ ഗൈസ്. ഗെയിം അവസാനിപ്പിക്കാൻ നമുക്ക് റെസ്പോൺസ് കാണാല്ലേ. മെഴുകുതിരി കേടുകളും പോയില്ലേ. ശബ്ദങ്ങൾ കേൾക്കാന്നല്ലാണ്ട് വേറൊരു ആക്ടിവിറ്റി നടക്കണില്ലേ. ഇനി നമുക്കെന്ന് വെച്ചാൽ വേറൊരു വഴിയുണ്ട്. മൈക്രോഫോൺസ് യൂസ് ചെയ്ത് നോക്കാം നമുക്ക്. വല്ല ആത്മാക്കൾ വന്നിട്ടുണ്ടെങ്കിൽ പോലെ അറിയാം. ഓക്കെ ഗൈസ്, മൈക്രോഫോണിക്ക് ഓപ്പൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും കേട്ടാൽ പോലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ ഞാൻ വിളിച്ചിട്ട് എല്ലാ ആത്മാക്കളും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഇതിൽ കൂടെ സംസാരിക്കാം. എല്ലാ ആത്മാക്കളും വന്നിട്ടുണ്ടെങ്കിൽ യെസ് എന്നല്ല കേട്ടോ ഗൈസ്. യെസ് എന്ന് കേട്ടപ്പോൾ തോന്നിയ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം എനിക്ക് മൈൻഡിൽ വരുന്ന കാരണം യെസ് പോലെ തോന്നണമെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് തോന്നി യെസ് എന്ന് വന്ന പോലെ. പിന്നെയും ചോദിക്കുകയാണ്, ഇവിടെ വല്ല ആത്മാക്കൾ വന്നിട്ടുണ്ടോ? യെസ്. ഓക്കെ, ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ വന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആണാണോ പെണ്ണാണോ? ബോയ് ആണോ ഗേളാണോ? ഹലോ, നിങ്ങൾ ബോയ് ആണോ ഗേ ആണോ? ബോയ് ആണോ ഗേളാണോ? ഇതിൽ നിന്ന് വേറെ കുറേ വിയേർഡായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കും. ചിലവർക്കത് പറ്റില്ല. എന്നാലും ഇത് ആ വീഡിയോ ഭാഗങ്ങൾ കാണുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാം അങ്ങനത്തെ നോയ്സുകൾ കേൾക്കുമ്പോൾ. ഓക്കെ, ബോയ് 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 എന്ന് പോലെ കേട്ടില്ല നിങ്ങൾ? യെസ് യെസ് യെസ്. ഗൈസ്, വീണ്ടും നിന്ന് ശബ്ദം കേട്ടു. നിങ്ങളാണോ ഇപ്പോൾ ആ ശബ്ദം ഉണ്ടാക്കിയത്? യെസ് യെസ് എന്നുള്ള ശബ്ദം കേൾക്കണുണ്ടോ? യെസ്.
അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കുകയാണ് ഞാൻ. നിങ്ങളെ വിളിച്ച് വരുത്തിയത് നിങ്ങൾക്ക് ദേഷ്യം ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാം. ഞാൻ വിളിച്ചു വരുത്തി നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യമോ അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഞാൻ വിളിച്ചു വരുത്തി നിങ്ങൾക്ക് ദേഷ്യമായിട്ടുണ്ടോ? നോന്നാണ് കേൾക്കണേന്ന് തോന്നുന്നു കേട്ടോ. ഇതിൽ കുറച്ച് വിയേർഡായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് ഗൈസ്. അതന്നെ ഇത് യൂസ് ചെയ്യാനുള്ളൊരു മൈൻഡും ഇല്ല. നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി, മൈക്രോഫോണിക്ക് വെച്ച് യൂസ് ചെയ്ത് നോക്കി, പക്ഷെ ഒരു റെസ്പോൺസും കണ്ടില്ല. പക്ഷേ ഞാൻ കറക്റ്റായിട്ട് ആ ചോദ്യം ചോദിക്കുമ്പോൾ മൈൻഡിൽ അതിൻ്റെ ഉത്തരൻ്റെ ഉള്ള കാരണം അത് കേൾക്കണമെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ ഈ ഡോർ കണ്ടില്ലേ, ഈ ഡോർ എന്താണെന്ന് 2 വട്ടം ശബ്ദം കേട്ടു. സംഭവം എന്താണെന്ന് അറിയില്ല. ഇല്ല പൂച്ച അങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട്, സ്പിരിറ്റ് എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഞാൻ പുറത്ത് പോയപ്പോൾ ഒരു രൂപം ക്രോസാണ് കണ്ടു. ഏറ്റവും ഭാഗത്ത് ആ വഴിയുടെ ഏറ്റവും അറ്റത്തൊരു രൂപം ഞാൻ കടന്നു പോകണം കണ്ടു. അത് മനുഷ്യനാണെന്ന് അറിയില്ല കറക്റ്റായിട്ട്. എന്തായാലും നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അത് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു പോസ്റ്റ് വീഡിയോയാണ്. ടാറ്റ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ ഫ്രം വിഷ്ണു. ഈ വീഡിയോ എങ്ങനെയെന്ന് താഴെ കമൻറ്റ് ചെയ്തിട്ട് പോവുക. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഞാൻ ചോദിക്കുന്നത് തന്നെ പൈ തെറ്റായിരുന്നു. അത് വെപ്റ്ററിൽ വെച്ചിട്ട് കുറേ നാളെ വീഡിയോ എടുത്തിട്ട് ഒറ്റയ്ക്ക്, അപ്പോൾ അതിൻ്റെ ഓരോ ടെൻഷനുകളും ഓരോന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്റ്റർബൻസുകളും അങ്ങനെ ഓരോന്ന് നോയ്സുകൾ, ഈ നെക്രോണിക് യൂസ് ചെയ്ത് കുറച്ച് നോയ്സുകൾ, വിയേർഡായിട്ടുള്ള നോയ്സുകൾ കേൾക്കണ കാരണം കറക്റ്റായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും പറ്റില്ല. അടുത്തൊരു വീഡിയോ. ബൈ ബൈ.